ഈ കണ്ട് ഉപ്പ എപ്പോഴാണ് ശരിക്കും കാണുന്നത്? ഫസ്റ്റ് എന്നെ ഇങ്ങനെ പോയതായിട്ട് ഞാൻ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ അറിഞ്ഞു. പിന്നെ ആരാ ഉമ്മയെ പറഞ്ഞേ? നാട്ടുകാർ നാട്ടുകാരെ പറഞ്ഞു. ഞാൻ കൂടുതൽ വീട്ടുകാരൊന്നും എൻ്റെ അടുക്ക ഒന്നും പറയൂല. ഇല്ല. ഞാൻ പിന്നെ ആ ഒരു സമയത്ത് ഞാൻ മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ നജീബ് നജീബ് എന്നല്ലേ വിളിച്ചുകൊണ്ട് നടന്നത്. ഞാൻ പുറത്ത് എനിക്കിപ്പോഴും ഞാൻ നജീബ് എന്ന് തന്നെ വിളിക്കുള്ളൂ. വിളിക്കുന്നത്. ആ. മോളെ ഇളയതിനെ ഷാനാസ് എന്നേ വിളിക്കുള്ളൂ. ഓക്കെ. അത് ഞാൻ ഇതുവരെ എനിക്ക് മറ്റൊരു പേര് അറിഞ്ഞുകൂടാ. ഓക്കെ. ആ. പിന്നെ ആ സമയത്ത് പിന്നെ കുറച്ചൊക്കെ എനിക്ക് ബുദ്ധിമുട്ടൊക്കെ എനിക്ക് കുറച്ച് ആൾക്കാരിൽ നിന്നൊക്കെ ഉണ്ടായി എനിക്ക്. ഓക്കെ. അതായത് പുറത്ത് എൻ്റെ കുടുംബത്തിൽ നിന്ന് തന്നെ ഒരുപാട് ആൾക്കാർ എന്നെ ഒരു മാറ്റി നിർത്തും പോലെയൊക്കെ അങ്ങ് നിർത്തി. ഓക്കെ. ആ. എന്നെ കുടുംബത്തിൽ നിന്ന് തന്നെ ബന്ധുക്കളിൽ തന്നെ 2-3 ആൾക്കാർക്ക് എന്നെ കളിയാക്കി എടുക്കുകയൊക്കെ ചെയ്യും. അപ്പം നമ്മളൊന്നും അറിഞ്ഞിട്ടല്ലല്ലോ കുട്ടികളെ നമ്മളിങ്ങനെ വിടണത്. നമ്മളിതൊന്നും അറിയാൻ പോണില്ലല്ലോ. ഓക്കെ. ആ. അറിഞ്ഞ സമയത്ത് പിന്നെ നമുക്കൊന്നും ചെയ്യാനും പറ്റും. ഇന്നത്തെ സാഹചര്യം അതാണ്. ഏതൊരു കുടുംബത്തിലും ഇപ്പോൾ എല്ലായിടത്തും ഇത് സംഭവിക്കണമല്ല. പിന്നെ ഇതെല്ലാം ഇതായിട്ട് വന്നപ്പോൾ ഞാൻ പിന്നെ ഇത് അറിഞ്ഞപ്പം പിന്നെ വിചാരിച്ച് നമ്മളെ മനസ്സിൽ നമ്മളെ മക്കൾ ഒരിക്കലും പോണില്ലല്ലോ. അതെ. ഒരു മക്കളും ഒരു തന്തേരെ മനസ്സിൽ നിന്ന് പോകില്ല. അതെ. അപ്പോൾ ഇതേപോലെ ഒരു ഫാമിലിയിൽ ഒരു ഇത് വന്നപ്പോഴ് അപ്പം വിചാരിച്ചു എൻ്റെ കുട്ടി എന്താണെന്നാലും ഒറ്റപ്പെടണ്ട. നമ്മളെ കണ്ണ് മറിഞ്ഞു പോയിരുന്നാലും കുട്ടികൾ ഒരിക്കലും ഒറ്റപ്പെടരുത്. ഞാൻ എൻ്റെ പരിപൂർണ്ണ സമ്മതത്തോട് തന്നെയാണ് എൻ്റെ ഇളയ മോളെ ഞാൻ വിട്ടത്. ഞാൻ അതിനകത്ത് കയറ്റി വിടുമ്പോഴേ, കാരണം എല്ലാവരും പോകുമ്പോഴും ആ കുട്ടി അവിടെ ഒറ്റപ്പെടും. പിന്നെ നമുക്കത് ഒരിക്കലും അത് താങ്ങാൻ പറ്റാത്തൊരു സംഭവമാണ്. അങ്ങനെ എൻ്റെ ഒരു സമ്മതത്തോടുകൂടി തന്നെയാണ് എനിക്ക് പകരം തന്നെയാണ് ഞാൻ എൻ്റെ ഇളയ മോളെ ഞാൻ അതിനകത്ത് കയറ്റിയതും